ഓക്കേ. ഇത് നമ്മളെ ഫൈനൽ പാർട്ടാണ്. ഇതിന് മുന്നുള്ള 4 പാർട്ടും എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡൗട്ട് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ, നമുക്ക് ഈ ബെഡ്റൂമിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാം. ഇതിപ്പോ നമ്മള് ഫുൾ ഡാർക്ക് ആയിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മള് റെൻഡർ ചെയ്യുമ്പോ എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇപ്പൊ ഇതില്. പ്രീസെറ്റ് കാര്യങ്ങളാണ് ഇപ്പൊ ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പുതിയ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു വിഷ്വൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് പ്രീസെറ്റ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. അപ്പൊ തൽക്കാലം ഇന്റീരിയർ എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കൊടുക്കുമ്പോ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരും പ്രീസെറ്റ്. എന്താ പറയാ, ഡിഫാൾട്ട് സെറ്റിംഗ്സിലോട്ട് വരും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമ്മുടെ സീനിലോട്ട് പോവാ. ജസ്റ്റ് കുറച്ച് സെറ്റിംഗ്സുകൾ ചേഞ്ച് വരുത്താനുണ്ട്. അപ്പൊ അതിനുവേണ്ടി സീനിലോട്ട് പോവാ. സീനിലോട്ട് പോയിട്ട് ഈ മെയിനകത്ത് ഈ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് 2 പോയിന്റ് ആയി കൊടുക്കുക. ഓട്ടോ എക്സ്പോഷർ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓട്ടോ എക്സ്പോഷർ ഒരു 53 ഒക്കെ കൊടുക്കുക. ഈ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കുറക്കുക. ഒരു 54 ഒക്കെ നിലവിൽ കൊടുക്കുക. പിന്നെ നമ്മൾ സീന് കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ റെൻഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് അൾട്ര ആയി കൊടുക്കുക. ഇത് ആക്ച്വലി നമ്മളെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ഇവിടെ ഈ കാണുന്ന ക്വാളിറ്റിയാണ്. കണ്ടോ, ഈ ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു സംഭവം. ഓക്കെ. അത് ഹെവി ലോഡൊക്കെ വരുന്ന ഹെവി ലോഡൊക്കെ വരുന്ന പ്രോജക്റ്റുകളിൽ നമ്മൾ അപ്പൊ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മാറി കിട്ടും. ഓക്കെ. കണ്ടപ്പോ നമ്മൾ മീഡിയത്തിൽ ഇടുമ്പോ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് അൾട്രയിൽ ഇട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാം. കണ്ട ഒരു സ്റ്റെക്ക് വരുന്ന പോലെ. അതായത് അൾട്രയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ലോഡ് സ്വാഭാവികമായിട്ട് കൂടും. പിന്നെ വരുന്ന സെറ്റിംഗ്സ് ഇമേജിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോ കോൺട്രാസ്റ്റ് ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുമ്മെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ. 0 ആക്കുന്നുണ്ട്. സാച്ചുറേഷനും കളർ ടെമ്പറേച്ചറും ഒന്നും ഞാൻ ഇപ്പൊ മാറുന്നില്ല. മോഷൻ ബ്ലർ നമുക്കൊരു 6% ഒക്കെ കൊടുക്കുക. നമ്മള് സ്റ്റിൽ എടുക്കുമ്പോൾ ഇതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം ഇത് വീഡിയോ റെൻഡറിങ്ങിന്റെ ടൈമിലെ നമുക്ക് ആവശ്യം വരുള്ളൂ. ഈ ലെൻസ് ഫ്ലെയർ നമുക്കൊരു 20% കൊടുക്കുക. ലെൻസ് ഫ്ലെയർ ഒക്കെ എന്താന്ന് നമ്മൾ എക്സ്റ്റീരിയറിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ബ്ലൂം എഫക്റ്റും നമുക്കൊരു 20% കൊടുക്കാം. പിന്നെ വിഗ്നറ്റ് നമുക്ക് ഫുൾ ഓഫ് ചെയ്യാം. ക്രോമാറ്റിക്കും നമുക്ക് ഫുൾ ഓഫ് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫോഗ് ആണ്. ഈ ഫോഗ് ഞാൻ ഫുൾ ഓഫ് ചെയ്യാണ്. ഫോഗ് ഞാൻ കൊടുക്കലില്ല. ഈ ഔട്ട് സൈഡ് നോക്കി നമുക്ക് മനസ്സിലാവും അതിന്റെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങൾ വരുന്നത്. ഞാനത് കൊടുക്കലില്ല. നമ്മൾ 0 ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് സൺ ബ്രൈറ്റ്നസ് ആണ്. തൽക്കാലം അവിടെ ഇങ്ങനെ തന്നെ ഡിഫാൾട്ട് വാല്യൂ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ നൈറ്റ് ബ്രൈറ്റ്നസ് നമുക്ക് ഓഫ് ചെയ്യാം. ഷാഡോ ഷാർപ്പനിങ് നമുക്ക് ഒരു 10% കൊടുക്കുക. ആർട്ടിഫിഷ്യൽ ബ്രൈറ്റ്നസ് തൽക്കാലം അവിടെ 0 തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ആംബിയന്റ് ബ്രൈറ്റ്നസ് നമുക്ക് 100 ആയി കൊടുക്കുക. വിൻഡും തൽക്കാലം അവിടെ നിന്നോട്ടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് നമുക്ക് ആക്ച്വലി സ്റ്റില്ല് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോ വീഡിയോ റെൻഡറിങ്ങിന്റെ ടൈമില് നമുക്കത് ആവശ്യം, ഇന്റീരിയറിന്റെ കേസിലോട്ട് വരുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ജസ്റ്റ് ആ ഒരു എഫക്റ്റ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് തൽക്കാലം അവിടെ നിന്നോട്ടെ. ഞാനത് എപ്പോഴും ഓഫ് ചെയ്തിട്ടിട്ട് ഫോട്ടോ റെൻഡറിങ്ങിന്റെ ടൈമിൽ ഞാൻ ഓഫ് ചെയ്യലുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അതും മറക്കലുണ്ട്. അപ്പൊ പിന്നെ തൽക്കാലം അവിടെ തന്നെ അങ്ങനെ കീപ്പ് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്നത് ഔട്ട്പുട്ടിലാണ് വരാറ്. സ്കൈയിൽ പോകുന്നതിന് മുന്നേ ഔട്ട്പുട്ടിൽ വരും. ഔട്ട്പുട്ടിൽ വന്നിട്ട് ഈ ഫുൾ എച്ച് ഡി എന്നുള്ളോട്ട്, അതായത് ഈ റെസൊല്യൂഷൻ എന്ന് വരുന്ന ഭാഗത്ത് ഫുൾ എച്ച് ഡി മാറ്റി കസ്റ്റം കൊടുക്കും. അതിനുശേഷം ഒരു 3000 വിഡ്ത്തും ഒരു 2000 ഹൈറ്റും വരുന്ന ഒരു പ്രീസെറ്റ്, അതായത് ഫോട്ടോന്റെ സൈസ്, റെസൊല്യൂഷൻ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഒന്നും നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ഈ വീഡിയോ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ് ആയി കൊടുക്കാം. പിന്നെ വരുന്നത് അതിനുശേഷം നമുക്ക് സ്കൈയിൽ പോവാം. സ്കൈയിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് സ്കൈ കാര്യങ്ങൾ, അതിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നത്തെ വീഡിയോകൾ പറഞ്ഞത് കൊണ്ടാണ് അതൊന്നും പറയാത്തത്. വൈറ്റ് ഗ്രൗണ്ട് മാറ്റിയിട്ട് സ്കൈ ബോക്സ് ആക്കുക. അതിനുശേഷം ഒരു HDRI ലോഡ് ചെയ്യുക. ഇതിനുശേഷം ഈ ബ്രൈറ്റസ്റ്റ് പോയിന്റ് ആസ് എ സൺ എന്ന് പറഞ്ഞ സംഭവം ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ജസ്റ്റ് ഒന്ന് വാല്യൂ ഒരു 10%, 10,000 ആയി കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ സീൻ 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ വിഷ്വൽ സെറ്റിംഗ്സ് എടുക്കുക. ഇന്റീരിയർ എന്നുള്ളത് ഒന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. സീൻ 2 എന്ന് കൊടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ വ്യൂവിനും ഓരോരോ പ്രീസെറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സീൻ 2 എന്ന് പറഞ്ഞിട്ട് അതായത് ഈ സെയിം പേര് തന്നെ ഇവിടെ കൊടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഏതിന്റെ സെറ്റിംഗ്സ് ആണെന്നുള്ളത്. നമ്മൾ ചിലപ്പം പല വ്യൂ എടുക്കുമ്പോഴും പല രീതിയിലായിരിക്കും നമ്മളെ പിന്നെ വാല്യൂസ് കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ അത് ഒന്നിൽ ചേഞ്ച് വരുത്തുമ്പോൾ മറ്റുള്ള സീനുകൾ കൊളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം ഈ ലിങ്ക്ഡ് വിഷ്വൽ പ്രീസെറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സീൻ 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സീൻ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിഷ്വൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. മെയിനിൽ വന്നു കഴിഞ്ഞാൽ ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ടാവും. നമുക്കൊരു 70 വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. വിഷ്വൽ സെറ്റിംഗ്സ് എടുത്തിട്ട് ഔട്ട്പുട്ടിൽ വന്നിട്ട് ഈ 2000 ഉള്ളത് 2200 ആക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിലാണ് സീൻ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ സേവ് അടിച്ചു കഴിഞ്ഞാൽ സീൻ അവിടെ സെറ്റ് ആവും. എന്നിട്ട് നമുക്ക് ഈ ഒരു കർട്ടൻ നമ്മൾ എമിസീവ് മെറ്റീരിയൽ കൊടുത്ത് ജസ്റ്റ് ഓഫ് ചെയ്യാം. അത് നമുക്ക് വേണ്ടത് ഒരുപാട് ആയിട്ട് തോന്നുന്നുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ വാല്യൂ ഒന്ന് കുറച്ചാലും മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതിന്റെ സണ്ണിന്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് വരുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്കൈയിൽ വന്നു കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സണ്ണിന്റെ പൊസിഷനും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ ഒരു രീതിയിൽ സണ്ണ് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് പിന്നെ ഈ IESന്റെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഒരുപാട് വേണ്ട, കുറച്ചൊന്ന് ഹൈ ആയി കൊടുക്കുക അതിന്റെ IESന്റെ വാല്യൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പ് ഒബ്ജക്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു IES സെലക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഇവിടെ വരും. ഒരു 15 ആയി കൊടുക്കാം നമുക്ക്. 15000 വാല്യൂ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റണ്ടർ അടിച്ച് നോക്കുക. ലൈറ്റ് കുറച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ടാവും. എന്നാലും ആദ്യം ഒന്ന് റണ്ടർ അടിച്ച് നോക്കുക. ഓക്കെ. അപ്പൊ ലൈറ്റ് ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ലാൻഡ്സ്കേപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രോജക്റ്റ് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വിൻഡോന്റെ പുറത്തുനിന്ന് ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കണം. വിൻഡോന്റെ അകത്തോട്ട് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഗ്രൗണ്ട് വർക്ക് പറഞ്ഞിട്ടുള്ള വ്യൂവിൽ വരിക. ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. നേരെ മുകളിലോട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഇതിന്റെ ഒരു സെന്റർ ഭാഗം കണക്കാക്കുന്ന ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. അത് നമുക്ക് ആ സ്പോട്ട് ലൈറ്റുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ വരക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇവിടെ വന്നിട്ട് സ്പോട്ട് ലൈറ്റ് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വെക്കുക. അപ്പോൾ അവിടെ സ്പോട്ട് ലൈറ്റ് ആയിട്ടുണ്ടാവും. അതിന് നമുക്കൊരു കുറച്ച് മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കാം. ഒരു 5 കോപ്പി ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഫുള്ള് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് എല്ലാം കൂടി സെലക്ട് ചെയ്ത് താഴോട്ടും ഒരു 5 കോപ്പി വെക്കുക. അതിനുശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ സെന്റർ ആക്കി വെക്കുക. അതിന്റെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഈ ഇതിന്റെ ബാക്കിൽ വരുന്ന വിൻഡോക്കും കൊടുക്കുക.
ഓക്കെ, ഇനി ഒന്ന് റണ്ടർ അടിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ കാർട്ടന്റെ ഉള്ളിൽ നമുക്കൊരു ലൈറ്റ് കൊടുക്കാം, ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാം. അതിന് വേണ്ടി പിന്നെ നമ്മളെ സീലിംഗ് ഒന്ന് ഐസൊലേറ്റ് ചെയ്യാം. ശേഷം നമ്മളെ പിന്നെ സെക്ഷൻ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വരിക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബോഡി കാണിക്കാം, അതായത് ഈ എം സി മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. പക്ഷെ അത് കർട്ടന്റെ ഉള്ളിൽ കൂടെ അതിന്റെ ഇത് സ്ട്രിപ്പ് ഒട്ടിച്ചൊന്നും കാണൂല നമ്മൾ. അപ്പൊ തൽക്കാലം ഞാൻ അത് ചെയ്യുന്നില്ല. ഡയറക്റ്റ് റെക്ടാങ്കിൾ ലൈറ്റ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈറ്റ് വരയ്ക്കുക. അതിന്റെ സൈസ് ഒന്ന് ലെങ്ത് ഒന്ന് കുറക്കുക. അതിന്റെ കോപ്പി എടുത്ത്, ഐ മീൻ അതെടുത്ത് ഇവിടെ വെച്ച് അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം അതിന്റെ കോപ്പി എടുത്ത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, അതായത് ലൈറ്റ് ഇങ്ങോട്ടേക്ക് അടിക്കും. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് കിട്ടും. നേരെ താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിസിബിലിറ്റി നമുക്ക് കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റ് പോകുന്നത് കണ്ടോ, ഈ ഒരു വാളിലോട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഇവിടെ പ്രകാശം ഇതിലിങ്ങനെ ഇവിടെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് വരുമ്പോൾ നല്ല വൃത്തിക്ക്, ഐ മീൻ നീറ്റ് ആയിട്ട് കിട്ടും. അതിന്റെ കോപ്പീസ് എടുത്ത് ഇതിനൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കുക. ഈ ഒരു കളറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റിന്റെ ഈ ഒരു കളർ എടുത്തിട്ട് കൊടുത്താലും മതി. മിറർ ജസ്റ്റ് ഒന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്, ഒന്ന് താഴോട്ട് ഇറക്കി വെക്കത്. ഓക്കെ, നമ്മളെ സീനിലോട്ട് വരിക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റണ്ടർ അടിച്ച് വെക്കുക. ലൈറ്റിന്റെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പിന്റെ സ്ക്രീൻ ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുക. ലാൻഡ്സ്കേപ്പ് ഒബ്ജക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റെക്ടാങ്കിൾ ലൈറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ലൈറ്റ് സെലക്ട് ചെയ്താൽ മതി, കാരണം ബാക്കിയൊക്കെ അതിന്റെ കോപ്പികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് അതിന്റെ വാല്യൂ ഓക്കെ, ഇത്ര മതി. ജസ്റ്റ് ഒന്ന് നമുക്ക് റണ്ടർ അടിച്ച് വെക്കാം. ആക്ച്വലി സീന് ജസ്റ്റ് ഒന്നുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഈ ഒരു ലൈന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കുറച്ച് കുറവും ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അതുപോലെ ഈ കാർപ്പറ്റിന്റെ ഇവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് അതുപോലെ ഇവിടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഈ പെർസ്പെക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് 2 പോയിന്റ് തന്നെ ആക്കണം നമുക്ക്. അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, ഈ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയിട്ടുണ്ട്. അതിനുശേഷം സേവ് അടിക്കുക. ആക്ച്വലി ഇതിനകത്ത് ഈ വാൾപേപ്പർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കർട്ടന്റെ മെറ്റീരിയലും ഒന്ന് നോക്കാനുണ്ട്. അതിന് മുന്നേ റെൻഡർ ചെയ്തത് എന്താ പാടുന്നൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, ഈ റെൻഡറിലോട്ട് വരുമ്പോൾ ഈ കർട്ടന് മിസ് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് ഓഫ് ചെയ്യാം, പക്ക ജനറിക് മെറ്റീരിയൽ ആക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്ലൂം എഫക്റ്റ് വേണമെങ്കിൽ കുറച്ചൊന്ന് കുറക്കാം. പിന്നെ ഔട്ട്സൈഡ് നമ്മൾ കൊടുത്തിട്ടുള്ള ലൈറ്റിന് ജസ്റ്റ് ഒന്ന് വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്ത് നോക്കാം. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരിക, ഈ ലൈറ്റ് സെലക്ട് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഈ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിന്റെ വാല്യൂ ഒന്ന് കൂട്ടുക. ഒക്കെ 4000 കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ജനറിക് മെറ്റീരിയൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട്, സോറി, ഈ കർട്ടന്റെ മെറ്റീരിയൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട്
അതിന് ജനറിക് ആയി കൊടുക്കുക. ഈ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് റണ്ടർ ചെയ്ത് വെക്കാം. ഓക്കെ, ബ്ലൂം എഫക്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കുറക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 5% ആക്കിയിട്ടുണ്ട് ബ്ലൂം. ഓക്കെ, ഒരു 5% ബ്ലൂം എഫക്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി റണ്ടർ അടിക്കുക. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു വാൾപേപ്പറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇത് തൽക്കാലം അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഈ വാൾപേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ മിറർ നമുക്ക് മാറ്റിയിട്ട് അവിടെ ഫോട്ടോ ഫ്രെയിം എന്തെങ്കിലും വെക്കാം. നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തോണ്ടാണ് ഇവിടെ കൊടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഇത്ര അയച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ അകത്ത് ട്രാൻസ്ഫോമറും അതിന്റെ ബോർഡൊക്കെ വരുന്ന ഭാഗം. ഓക്കെ, നമുക്ക് ഈ സണ്ണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് സണ്ണിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറക്കുക. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഒന്ന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റണ്ടർ എടുത്ത് വെക്കുക. അതുപോലെ രണ്ടാമത്തെ സീനിലോട്ട് വരിക. അവിടെ നമുക്ക് ഇപ്പൊ നമ്മൾ നിലവിൽ ഇന്റീരിയറിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള സീൻ 2 ഇല്ല, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് അതിനെ സീൻ 3 കൊടുക്കുക. ഇവിടെ വന്ന് സീൻ 3 സെലക്ട് ചെയ്യുക. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫീൽഡ് ഓഫ് വ്യൂ ജസ്റ്റ് ഒന്ന് കുറക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് സേവ് അടിക്കുക. അതിന് ഒന്ന് റണ്ടർ കൊടുക്കുക. അതിന് മുന്നേ ഈ 4 സീനും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് പെട്ടെന്ന് റണ്ടർ എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടില്ല, ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, സീൻ 4 വെക്കുക. അതിന് ശേഷം ഇവിടെ വന്ന് സീൻ 4 സെലക്ട് ചെയ്യുക. ഫീൽഡ് ഓഫ് വ്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം. ഇവിടെ ഒരു 80-85 വെക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. ഇത് പക്കായിട്ട് ഫോളോ ചെയ്യണമെന്നല്ല. നമ്മളുടേതായ രീതിക്കൊന്ന് നോക്കുക. അതിന്റെ ബേസിക് സെറ്റപ്പ് കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. ശേഷം ഇതൊന്ന് സേവ് ചെയ്യുക. സീൻ 5ക്ക് വരിക. സെയിം പരിപാടി, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, സീൻ 5 എന്ന് കൊടുക്കുക.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റീരിയറിന്റെ സീനൊക്കെ നമുക്ക് തൽക്കാലം ഡിലീറ്റ് ആക്കുക. കാരണം അത് എൻ്റെ അടുത്ത് സെപ്പറേറ്റ് ഫയലാക്കി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കോപ്പി നമ്മൾ എക്സ്റ്റീരിയർ ചെയ്തതിന്റെ കോപ്പിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള സീനൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ആക്കുക. ശേഷം ഇവിടെ വന്നിട്ട് ഫീൽഡ് ഓഫ് നമുക്കൊന്ന് കുറക്കണം. ഒരു 60-70 മതിയാവും. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യുക. ശേഷം സീൻ 5 ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് അടിക്കുക. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മിറർ യൂണിറ്റിൽ വരുന്ന ആ ഒരു പിന്നെ ലൈറ്റിങ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ലാൻഡ്സ്കേപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വരിക, നമ്മൾ വേറെ അസറ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് മെറ്റീരിയൽ നമുക്ക് ഈ മെറ്റീരിയൽ ആയിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, സെലക്ട് ഒബ്ജക്റ്റിന്റെ സീൻ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ മാക്സിമം മെറ്റീരിയൽസ് ഒഴിവാക്കാറുണ്ട്. അതല്ലെങ്കിൽ ഭയങ്കര ഹെവി ലോഡായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ലൈറ്റിനൊക്കെ ഒരു സിംഗിൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സ്ട്രാ അതല്ലെങ്കിൽ സെപ്പറേറ്റ് വാല്യൂ വേണ്ട കേസിൽ മാത്രം നമുക്ക് പുതിയ മെറ്റീരിയൽ ആക്കി മതിയാവും. അതല്ലെങ്കിൽ സിംഗിൾ മെറ്റീരിയൽ കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം ഇവിടെ വന്ന് അപ്ലൈ ടു സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ എല്ലാത്തിനും ആയിട്ടുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, സെലക്ട് ഒബ്ജക്റ്റിന്റെ സീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടൊക്കെ വരും. കണ്ടോ, അതൊക്കെ സെലക്ട് ആയി. അതിനുശേഷം പിന്നെ നമുക്ക് മിററിന് ലൈറ്റ് അങ്ങനെ മതി, എക്സ്ട്രാ റെക്ടാങ്കിൾ ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഇവിടെ നമുക്ക് റെക്ടാങ്കിൾ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, റെക്ടാങ്കിൾ എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരയ്ക്കുക, അതിന്റെ വിഡ്ത്ത് ഒന്ന് കുറക്കുക. അതിനുശേഷം അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 0.1 കൊടുക്കുക. അതിന്റെ കോപ്പി എടുത്ത് ഇവിടെ വെച്ച് രണ്ടും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്പിൾ കോപ്പി എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കാനുണ്ട്. അതിനുവേണ്ടി സ്കെയിൽ ടൂൾ എടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്കെയിൽ ചെയ്ത് വെക്കുക. അതിന് നമുക്ക് ഈ ഒരു കളർ തന്നെ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കൊന്ന് റണ്ടർ അടിച്ച് വെക്കാം. അതിനുവേണ്ടി എഡ്സ്കേപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കളർ തീമും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും ക്ലയന്റിന്റെ ഇഷ്ടത്തിനും മാറ്റി സെറ്റ് ചെയ്യട്ടെ. ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് പോവാണ്. പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാതെ അങ്ങോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് വൃത്തിക്ക് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മൾ ഈ റൂമിൽ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടി സീലിംഗിന്റെ സെപ്പറേറ്റ് വ്യൂ എടുക്കലുണ്ട്. ഇപ്പൊ ഞാൻ തൽക്കാലം ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഈ റൂം ഇത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബെഡ്റൂം ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സംശയങ്ങൾ കാര്യങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് ഈ വീട്ടില് പിന്നെ അടുത്ത് നമുക്ക് ലിവിങ് ഡൈനിങ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കിച്ചണ്, അതിനുശേഷം ബാക്കി ബെഡ്റൂംസ് കൂടി ചെയ്യാം. അതിനുശേഷം നമുക്ക് പിന്നെ ബാത്റൂം കാര്യങ്ങൾ സ്റ്റെയർ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇന്റീരിയർ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ പിന്നെ തുടർന്നുള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.